ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം മഴയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് തെളിച്ചമൊക്കെ വന്ന സമയത്ത് വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ വെള്ളക്കാന്താരി നിറച്ചായിട്ടുണ്ട്. ഇതുണ്ട്, നല്ല വലിപ്പത്തിൽ വെള്ളക്കാന്താരി ഇഷ്ടത്തിനായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ആത്തയിലാണെങ്കിൽ നിറച്ച് ആത്തയ്ക്കായി നിൽപ്പുണ്ട്. ഈ ആത്തയ്ക്ക ഭയങ്കര ഇഷ്ടം കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണിത്. അപ്പോൾ ഇവിടെ നിറച്ച് ആത്തയ്ക്കായിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പച്ചമുളകൊക്കെ പറിക്കാറായിട്ടുണ്ട്. അപ്പോൾ ഇനി പച്ചമുളകൊക്കെ വിളവെടുക്കണം. അപ്പോൾ ഈ പച്ചമുളകൊക്കെ അടിപൊളിയായിട്ട്, ഈ മഴയായതുകൊണ്ട് എല്ലാം അടിപൊളിയായിട്ട് കയറി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ വഴുതനയുടെ മൂടെല്ലാം മൂടല്ല, മണ്ടയെല്ലാം വെട്ടിവിട്ടിട്ടുണ്ട് കേട്ടോ. മണ്ടയെല്ലാം വഴുതനയുടെ വെട്ടിവിട്ട് ചാരവും ചാണകപ്പൊടിയും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാം ഇട്ട് നിർത്തിയിരിക്കുകയാണ്. കാരണം ഇതിന് മൂട് വലിയ വണ്ണം വെക്കാത്തതായതുകൊണ്ട് പെട്ടെന്നെല്ലാം മറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വെട്ടി എല്ലാം റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. പിന്നിപ്പോൾ ഒരു പണിയായിട്ടുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പന്നി കയറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പന്നി വരാൻ തുടങ്ങിയിട്ടുണ്ട്. മഴയൊക്കെ ആയപ്പോഴത്തേക്ക് അതുങ്ങൾക്ക് തീറ്റയൊക്കെ കിട്ടാറായപ്പോഴത്തേക്ക് ഇങ്ങോട്ടൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഏത്ത വാഴയൊക്കെ കുലച്ചിട്ടുണ്ട്. ആദ്യത്തെ ഒരു വാഴ താണ്ടേ കുടം വന്നതാണ്ടേ കുലച്ചു. അപ്പോൾ ഇതൊക്കെ ഏകദേശം കുലയ്ക്കാറായി നിൽക്കുന്ന വാഴകളാണ് കേട്ടോ. ഇനി ഇതൊക്കെ പുറകെ കുലയ്ക്കും. അപ്പം ഇവിടെ ആദ്യത്തെ വാഴ കുലച്ചിട്ടുണ്ട്. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെയുള്ള കൃഷി വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ നമ്മുടെ വെണ്ടയൊക്കെ പൂത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പൂവൊക്കെ ആയിട്ടുണ്ട് വെണ്ടയിൽ. ഇതാണ് നമ്മുടെ സുഗന്ധി വാഴ, സുന്ദരി വാഴ, ഷുഗർ വാഴ എന്നൊക്കെ പറയും കേട്ടോ. അപ്പം ഇതിലും കായായിട്ടുണ്ട്. പിന്നെ ഇതാണ്ട് വലിയൊരു കൊല ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഷുഗർ വാഴയാണ്, സുഗന്ധി വാഴ എന്നൊക്കെ പറയുന്നത്. ഇത് കുറേ ഒരു മൂട്ടിലുണ്ടാകും, ഒത്തിരി ഉണ്ടാകും കേട്ടോ. കുറേ വെട്ടിയൊക്കെ എടുത്തതും കൊണ്ടാണ് പിന്നെ വരുന്ന കൊലയൊക്കെ ഇങ്ങനെ ചെറുതായിട്ടിരിക്കുന്നത്. ഇവിടെ പൂവൻ വാഴയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പം എല്ലാം കൊലയൊക്കെ ആയി വരുന്നുണ്ട്. അതൊക്കെ കൊലയായതാണ്. പിന്നെ നമ്മുടെ വെണ്ടയൊക്കെ പൂത്ത് നിൽപ്പുണ്ട്. ചിത്രശലഭങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മഴയൊക്കെ ആയിട്ട് ഇത്രയും ദിവസം മഴയുടെയൊക്കെ കോളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മൊത്തം അലമ്പായിട്ടുണ്ട് കേട്ടോ. എല്ലാം ചള്ളയൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ വഴുതനങ്ങ കുട്ടന്മാരൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അപ്പം ഒരു ചെറിയ കൃഷി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ. അപ്പം എല്ലാവരും നമ്മുടെ ചാനലൊക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.